ഇത് ഗായത്രി ദേവി. നഗരത്തിലെ അത്യാവശ്യം തിരക്കുള്ള ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്നു. ഗായത്രി പതിവ് പോലെ ഷോപ്പ് തുറന്ന ശേഷം ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ വാർത്ത ഗായത്രിയുടെ കണ്ണിലുടക്കിയത്. ഗായത്രിക്ക് അതൊരു ഷോക്കായിരുന്നു. വ്യവസായ പ്രമുഖൻ വൈശാഖ് മേനോൻ മരണപ്പെട്ടു. ഗായത്രിയെ അടിമുടി നടുക്കിയ ഒരു വാർത്തയായിരുന്നു അത്. അവൾ അത് വായിച്ച് വിറങ്ങലിച്ചു പോയി. അവൾ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാൾ, നന്മ മാത്രം ഉണ്ടാകാനായി എന്നും പ്രാർത്ഥിച്ച ഒരാൾ ഇല്ലാതായിരിക്കുന്നു. അവൾ ആലോചിക്കുകയായിരുന്നു. ആദ്യമായി വൈശാഖ് മേനോനെ കണ്ട ദിവസം. ഭർത്താവിൻ്റെ മരണശേഷം ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ലാതെ വൈശാഖിൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയതായിരുന്നു ഗായത്രി ദേവി. ഒരു ദിവസം വൈശാഖ് അവളെ തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ച ശേഷം വൈകിട്ട് തൻ്റെ വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെട്ടു. ഭാര്യ പിണങ്ങിപ്പോയതിനു ശേഷം എപ്പോഴും മദ്യലഹരികൾ മാത്രം കണ്ടിട്ടുള്ള വൈശാഖിനെ എല്ലാവരും പേടിയോടും വെറുപ്പോടും കൂടി മാത്രം നോക്കിക്കണ്ടു. പക്ഷേ പലപ്പോഴും വൈശാഖിൻ്റെ പെരുമാറ്റത്തിൽ അവൻ എന്തോ മറച്ചു വയ്ക്കുന്നത് പോലെ ഗായത്രി ദേവിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും വളരെയധികം ഭയത്തോടുകൂടി തന്നെയാണ് വൈകിട്ട് ഗായത്രി ദേവി വൈശാഖിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു. ഒരു ഓട്ടോയിൽ അവിടെ എത്തിയ ഗായത്രി മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവൾ അതിലെ അകത്തേക്ക് കയറിയതും അവൾ കണ്ട കാഴ്ച, സെറ്റിയിൽ ചാരിയിരുന്ന് ഉറങ്ങുകയായിരുന്നു അവൻ. അടുത്തായി ഒരുപാട് മദ്യക്കുപ്പികളുമുണ്ട്. അവൾക്കല്പം ഭയം തോന്നിയെങ്കിലും അവൾ പതിയെ ചുറ്റിനും നോക്കി. അവളൊരു അത്ഭുതത്തോടെ ആ വീട് മുഴുവനും നോക്കിക്കണ്ടു. എത്ര വലിയൊരു വീട്! എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് സാറിനുള്ളത്! എന്നിട്ടും എന്തിനായിരിക്കും അദ്ദേഹം ഇങ്ങനെ ജീവിതം നശിപ്പിച്ചു കളയുന്നത് എന്നായിരുന്നു അവൾ ചിന്തിച്ചത്. സമയം പോകുന്തോറും ഗായത്രിയുടെ ഉള്ളിൽ പേടി കൂടി തുടങ്ങി. അവൾ പതിയെ അവൻ അരികിലേക്ക് ചെന്ന് നിന്നു. വിളിച്ചു, സാർ. പെട്ടെന്നവൻ വിളികേട്ട് ഞെട്ടി ഉണർന്നു. കൺമുന്നിൽ നിൽക്കുന്ന ഗായത്രിയെ വൈശാഖ് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശേഷം അവൻ പതിയെ എഴുന്നേറ്റു. മദ്യലഹരിയിലായിരുന്ന വൈശാഖിന് ഗായത്രിയുടെ സഹായം ആവശ്യമായി വന്നു. ഒന്ന് നേരെ നിൽക്കാൻ പോലും ഗായത്രിക്ക് ആകെ പേടിയായി. സാർ എന്തിനായിരിക്കും തന്നോട് വരാൻ പറഞ്ഞത് എന്നു മാത്രമായിരുന്നു അപ്പോഴവളുടെ ചിന്ത. ഗായത്രിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞതിനു ശേഷം വൈശാഖ് പതിയെ നടന്ന് ബാത്റൂമിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് ഫ്രഷായി മുഖം തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന വൈശാഖ് ഗായത്രിയെ നോക്കി പുഞ്ചിരിച്ച് അവളുടെ അടുത്തായി വന്നിരുന്നു. ഗായത്രിയുടെ പേടിയും പരിഭ്രമവും ഒക്കെ അപ്പോൾ തന്നെ വൈശാഖിന് മനസ്സിലായിരുന്നു. താനിത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. ഗായത്രിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ, നമുക്കൊന്ന് പരിചയപ്പെടാമല്ലോ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല. വൈശാഖ് തന്നെ സംസാരിച്ചു തുടങ്ങി. തൻ്റെ ചില വിശേഷങ്ങളൊക്കെ ഓഫീസിലെ ചിലരൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. ഭർത്താവ് മരിച്ചു പോയതാണല്ലേ? ഒരു പെൺകുട്ടിയുണ്ടല്ലേ, അവൾക്കെന്താണ്, ഹാർട്ടിനാണോ പ്രശ്നം? അതെ സാർ, ജന്മനാ ഉള്ള തകരാറാണ്. അവൾക്കൊരു സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സർജറിക്ക് ഏകദേശം 3 ലക്ഷം രൂപയോളം വരും. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ സാർ? ഗായത്രിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. വൈശാഖ് അത് കാണാതിരിക്കാനായി അവൾ പെട്ടെന്ന് തല കുനിച്ചിരുന്നു. കുട്ടിയുടെ സർജറിക്കുള്ള പണം ഞാൻ തരാം, പക്ഷേ അതങ്ങനെ വെറുതെ തരാൻ പറ്റില്ല. നീ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. വൈശാഖ് തുടർന്നു. ഇവിടുന്ന് നേരെ പോയാൽ വലതുവശത്ത് കാണുന്നതാണ് ബെഡ്റൂം. അവിടെ ബെഡിന് മുകളിലായി ഒരു സാരി ഉണ്ടാവും. നീ ഒന്ന് ഫ്രഷായി അതെടുത്തെടുത്തിട്ട് വാ. പേടിക്കണ്ട, ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവൾ ചുറ്റും നോക്കി. നേരെ ഉരുട്ടിയിരിക്കുന്നു. അവൾക്ക് വല്ലാതെ ഭയം തോന്നി. ഗായത്രിക്ക് വൈശാഖിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടി തോന്നി. എന്താണ് ഇനി സംഭവിക്കുക എന്നറിയാതെ വളരെയധികം പേടിയോടെ പതർച്ചയിൽ ഗായത്രി അവിടെ നിന്നും എഴുന്നേറ്റ് വേഗം മുറിയിലേക്ക് നടന്നു. അപ്പോഴും വൈശാഖ് അവിടെ തന്നെ ഇരുന്ന് ഗായത്രിയെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് അവൻ നൽകിയ സാരി ധരിച്ച് പുറത്തേക്ക് വന്ന ഗായത്രി അവൻ്റെ അരികിലായി വന്നിരുന്നു. സാർ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഗായത്രിക്ക് വാക്കുകൾ ഇടറി. ഗായത്രി പേടിക്കണ്ട, തന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയൊന്നും വിളിച്ചതല്ല ഞാനിവിടെ. താൻ മുൻവാതിൽ വഴിയല്ലേ കയറി വന്നത്? അപ്പോൾ തൻ്റെ വേഷം കൃത്യമായി അതിൽ കണ്ടിട്ടുണ്ടാവും. താനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. താനിനി പോകുന്നത് മറ്റൊരു വേഷത്തിലാണ്. എനിക്ക് അത്രമാത്രം മതി. തൻ്റെ ജോലി കഴിഞ്ഞു. ഒരു പെട്ടി നിറയെ പണമെടുത്ത ശേഷം അവളുടെ കയ്യിലേക്ക് വൈശാഖത വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊരു 10 ലക്ഷം രൂപയുണ്ട്. തൻ്റെ കുഞ്ഞിന് 3 ലക്ഷം രൂപയല്ലേ സർജറിക്ക് ആവശ്യം. ബാക്കി പണം കൊണ്ട് താനൊരു ബിസിനസ് തുടങ്ങും. ഗായത്രിക്കിപ്പോൾ സെയിൽസിൽ നിന്ന് ടെക്സ്റ്റൈൽസ് ഫീൽഡിന് നല്ല എക്സ്പീരിയൻസ് ഇല്ലേ? അതുമാത്രം മതിയടോ. അവൾക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും വൈശാഖ് അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഗായത്രി വൈശാഖിനോട് ചോദിച്ചു, സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
സാറിൻ്റെ ഡിവോഴ്സ് കേസ് കോടതിയിൽ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതിനൊരു സ്ട്രോങ് എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ സാറ് എനിക്ക് ഈ പണം? ബാക്കി പറയാൻ ഗായത്രിക്കായില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താനൊരു പാപത്തിൻ്റെ ശമ്പളം പറ്റുകയാണോ എന്നൊരു ചിന്ത അവളിലുണ്ടായി. വൈശാഖ് പറഞ്ഞു തുടങ്ങി. എൻ്റെ ജീവിതം ഞാൻ തന്നെയാണ് നശിപ്പിച്ചത്. വൈശാഖിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഗായത്രിയോട് പറഞ്ഞു തുടങ്ങി. ഫാഷൻ വീക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കേരള മോഡലിംഗ് ഷോയിലാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. ഒരുപാട് സുന്ദരിമാരാണ് അണിനിരന്ന വേദിയിൽ. ആർക്കുമില്ലാത്തൊരു പ്രത്യേകത എനിക്ക് ആളിൽ തോന്നി. അല്ലെങ്കിലും പ്രണയം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ശ്രീലക്ഷ്മി, അതാണ് ആളുടെ പേര്. ലക്ഷ്മിയുടെ ഡീറ്റെയിൽസ് അറിയാൻ എനിക്കധികം സമയമൊന്നും വേണ്ടി വന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവളെ കണ്ടെത്തി. 4 വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ചു നടന്നു. അതിനുശേഷമായിരുന്നു വിവാഹം. വീട്ടുകാരുടെ എല്ലാം അനുവാദത്തോടെയും ആശീർവാദത്തോടെയും നടന്ന വിവാഹം. ഞാൻ കരുതിയിരുന്നു ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന്. എല്ലാ സമ്പത്തും സൗകര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നു. ഞാൻ ആഗ്രഹിച്ച പോലൊരു ജീവിതം എനിക്ക് കിട്ടി. സ്വർഗതുല്യമായൊരു ജീവിതം. ഞാൻ ഒരുപാടങ്ങ് അഹങ്കരിച്ചു. പണത്തിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ പേരിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക്. ഇരുട്ട് വീഴാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി. ആ സമയത്താണ് ഞാനൊരു സുഹൃത്തിൻ്റെ പാർട്ടിയിൽ തലചുറ്റി വീഴുന്നത്. അവരെന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ നിന്നും ചെയ്ത ടെസ്റ്റുകളുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എൻ്റെ ജീവിതം പിന്നീട് അങ്ങോട്ട്. കിട്ടുന്ന സമയമെല്ലാം കൂട്ടുകാരോടൊപ്പവും മദ്യപാനത്തിലും ബാറിലും ഒക്കെയായി ഞാൻ ചെലവഴിച്ചു. എൻ്റെ പെട്ടെന്നുള്ള ഈ മാറ്റം ശ്രേയയ്ക്കൊരു ഷോക്കായിരുന്നു. എന്നോട് സംസാരിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഞാൻ അവളെ അകറ്റി നിർത്തി. അവൾ എന്നോട് സംസാരിക്കാനും തിരുത്താനുമൊക്കെ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഞാനതൊക്കെ കണ്ടില്ല എന്നടിച്ചു. അവളുടെ മുന്നിലൊരു ദുഷ്ടനായി. അവളുടെ മുന്നിൽ മാത്രമല്ല, എല്ലാവരുടെയും മുന്നിൽ ഞാൻ അങ്ങനെ തന്നെ പെരുമാറി. എൻ്റെ പ്രശ്നം എന്താണെന്നറിയാൻ ശ്രേയ ഒരുപാട് ശ്രമിച്ചു. അവസാനം എൻ്റെ പെരുമാറ്റത്തിൽ മനനൊന്ത് അവൾ വീട് വിട്ടുപോയി. ഞാനാണ് ഡിവോഴ്സ് ഫയൽ ചെയ്തതും. ശരിക്കും അവൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ശ്രേയയ്ക്ക് ഡിവോഴ്സിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടി വന്നത്. ഇതുകൂടി ആകുമ്പോൾ കേസ് ഒന്നുകൂടെ സ്ട്രോങ് ആവും. എളുപ്പത്തിൽ ഡിവോഴ്സും കിട്ടും. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗായത്രി ദേവി ചോദിച്ചു, സാർ, നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഇതെന്തിനാണ് സാർ ഡിവോഴ്സ് വരെ എത്തിച്ചത്? എന്താണെങ്കിലും സാറിന് ശ്രീയോട് തുറന്ന് പറഞ്ഞൂടെ? സാറിൻ്റെ വാക്കുകൾ, സാറിൻ്റെ കണ്ണുകളിൽ അറിയാം ശ്രീയോട് സാറിനുള്ള സ്നേഹം. ഗായത്രി, എല്ലാം താനിപ്പോൾ അറിയണ്ട. താനിപ്പോൾ അറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി. ചില കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വാശി പിടിക്കരുത്. അതൊക്കെ സമയമാകുമ്പം താൻ അറിഞ്ഞോളൂ. എല്ലാം കേട്ട ഗായത്രി ചോദ്യഭാവത്തിൽ വീണ്ടും വൈശാഖിൻ്റെ മുഖത്തേക്ക് നോക്കി. ഗായത്രി ചോദിച്ചു, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? വൈശാഖ് ഗായത്രിയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ആ പൈസ അവളുടെ കയ്യിലേക്ക് നിർബന്ധപൂർവ്വം വെച്ചു കൊടുത്തു. ഗായത്രി അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവൻ ആ പണം ഗായത്രിയുടെ കയ്യിലേക്ക് നിർബന്ധപൂർവ്വം വെച്ചു കൊടുത്തു. ആ പണവുമായി ഗായത്രി അവിടെ നിന്നും പോകുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. സാറിൻ്റെ ഉള്ളിൽ ശ്രീലക്ഷ്മിയോടുള്ള സ്നേഹമാണ് തനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ശ്രേയെ സാർ അകറ്റി നിർത്തുന്നത്? സാറിന് എന്തെങ്കിലും രോഗമുണ്ടാവോ? ഇനി അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്തതായിരിക്കും. അതായിരിക്കുമോ സാർ എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്നത്? അവൾക്ക് ആലോചിച്ചിട്ട് ഒന്നിനും ഉത്തരം കിട്ടിയില്ല. ഒന്നുറപ്പാണ്, സാറിന് ശ്രീലക്ഷ്മിയെ ഒരുപാട് ഇഷ്ടമാണ്. കയ്യിലുള്ള പണം കൊണ്ട് അവൾ വേഗം തന്നെ കുട്ടിയുടെ സർജറിക്കുള്ള കാര്യങ്ങളെല്ലാം നടത്തി. വളരെ വേഗം തന്നെ സർജറി എല്ലാം കഴിഞ്ഞ് ഗായത്രിയുടെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കയ്യിൽ ബാക്കിയുള്ള പണം കൊണ്ട് അവളൊരു ചെറിയ ടെക്സ്റ്റൈൽസ് തുടങ്ങി. അവൾക്കതിൽ നിന്നും അത്യാവശ്യം നല്ലൊരു വരുമാനം തന്നെ കിട്ടി. അവൾ ഇന്ന് സ്വന്തമായി 3 ടെക്സ്റ്റൈൽ ഷോപ്പുകൾ നടത്തുന്നു. ഇതിനിടയിൽ വൈശാഖിൻ്റെ വിവാഹമോചന വാർത്ത ഗായത്രി ദേവി അറിയാനിടയായി. വൈശാഖിനെക്കുറിച്ച് പലപ്പോഴായി അവൾ അന്വേഷിച്ചിരുന്നുവെങ്കിലും അവനെക്കുറിച്ച് ഒന്നും തന്നെ അറിയാൻ കഴിഞ്ഞില്ല. പിന്നെയും നാളുകൾ ഏറെ കഴിഞ്ഞു. ആയിടയ്ക്ക് ഒരു ദിവസം ഗായത്രി ദേവി ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വാർത്ത അവൾ ശ്രദ്ധിക്കുന്നത്. അത് വായിച്ചതും അവൾക്കൊരു ഷോക്കായിരുന്നു. വ്യവസായ പ്രമുഖൻ വൈശാഖ് മേനോൻ മരണപ്പെട്ടു. ഭാര്യയുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാംഗ്ലൂരിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അദ്ദേഹം. ക്യാൻസർ രോഗത്തിനടിമപ്പെട്ട് ചികിത്സയിലായിരുന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബാംഗ്ലൂരിൽ തന്നെ സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാൾ, നന്മകൾ മാത്രം ഉണ്ടാകണേ എന്ന് എന്നും ആഗ്രഹിച്ച ഒരാൾ, ആ മനുഷ്യൻ ഇല്ലാണ്ടായിരിക്കുന്നു. ക്യാൻസർ രോഗം, ഡിവോഴ്സ്. മനസ്സിൽ ആ വാക്കുകൾ ഉരുവിടുമ്പോൾ അന്ന് തനിക്കുണ്ടായ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യം അവൾ ഊഹിച്ചു. അതെ, തൻ്റെ ഊഹം ശരിയായിരുന്നു. രോഗബാധിതനായ വിവരം
മറ്റാരെയും അറിയിക്കാതെ എല്ലാവരിൽ നിന്നും അകന്ന് വെറുപ്പ് സമ്പാദിച്ച് ഭാര്യയെ അറിയിച്ച് വിഷമിപ്പിക്കാതെ അവരിൽ നിന്നും അകന്നു മാറി മറ്റൊരു ബന്ധം സ്ഥാപിച്ച് അവർക്ക് മറ്റൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതിനുവേണ്ടി തന്നെയായിരിക്കും അന്ന് എന്നെ ആ വീട്ടിലേക്ക് വിളിപ്പിച്ചത്. ആ ഒരു സംശയം മാത്രം അവളുടെ ഉള്ളിലൊരു നീറ്റലായി നിന്നു. എന്തു തന്നെയായാലും അത് പറയേണ്ട ആളെന്ന് ജീവനോടെയില്ല. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒരു അത്ഭുതമായി തോന്നി ഗായത്രി ദേവിക്ക്. അന്നത്തെ ആ ദിവസം വൈശാഖിൻ്റെ മുന്നിൽ എത്തപ്പെടുക എന്നത് ദൈവനിശ്ചയമായിരുന്നിരിക്കണം. തകർന്നുപോയ തൻ്റെ ജീവിതം തിരികെ പിടിക്കാൻ താൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നൽകിയ അവസരം. അവൾ പോലും അറിയാതെ മനസ്സിൽ വൈശാഖിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സ്റ്റോറി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. വളരെ മനോഹരമായ കഥകളുമായി വീണ്ടും കാണാം.